ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ കിട്ടിയില്ലേ? ഷോർട്ട് ടെസ്റ്റിൽ വരുമ്പോൾ ഇച്ചിരി പോലെ, പക്ഷെ അത് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ്. എളുപ്പമായിരുന്നു. നമുക്ക് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിരുന്നുവെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ഞാൻ 2 ക്വസ്റ്റ്യൻ കണ്ടു. പക്ഷെ 1-2 ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു. നൈസൻസ് പോലും ഉള്ളതാണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ളതുണ്ടെങ്കിൽ ഒരിക്കൽ ചോദിച്ചതാണ് ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ എക്സ്പ്ലെയിൻ. പിള്ളേരെ എഴുതിയില്ല, കാരണം ആൻസർ ചോദ്യമായിട്ട് വരും. നൈസൻസ് മീൻസ് ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ. ട്രാൻസിഷൻ മിഡീവൽ ടു മോഡേൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഇതിന്റെ ഒരു കുഴപ്പം. ഇപ്പൊ കൂടുതലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. സെക്കൻഡ് ഇയർ നമ്മളെ പേപ്പറിന്റെ പേര് സോഷ്യൽ ഫോർമേഷൻസ് ഇൻ ഇന്ത്യ. ആദ്യം നമ്മൾ പഠിച്ചത് എമർജൻസ് ഓഫ് മോഡേൺ വേൾഡ്. ഇതും 100 മാർക്കിനാണ്. ആദ്യം നമുക്ക് സിലബസ് പരിചയപ്പെടണമെന്ന് പറയാൻ കാരണം നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും നമ്മൾ എന്തിനാണ് പോണത്, ഏതിനാണ് പോണത് എന്നുള്ള ഒരു അറിവ് മനസ്സിൽ വച്ചിട്ട് ഏതൊരു കാര്യത്തിനും നമ്മൾ എടുത്ത് ചാടാം. അതെന്റെ ഒരു ആദ്യമേ ഉള്ളൊരു അഡ്വൈസാണ്. അതുകൊണ്ടാണ് പല പിള്ളേരും ആറ്റില് അല്ലെങ്കിൽ പാറക്കെട്ടുകളിൽ വീണ് മരണപ്പെടുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കറിയില്ല അവിടെ ആഴമുണ്ടോ, അവിടെ ചെളിക്കെട്ടാണോ, ഇതൊന്നും അറിയാതെ എടുത്ത് ചാടുന്നതിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോഴും ഇപ്പൊ സെക്കൻഡ് ഇയർ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, ഫസ്റ്റില് തന്നെ നമ്മൾ അറിയണം നമ്മളെ പേപ്പറിന്റെ പേരെന്ത്. 2 നമ്മൾ അറിയണം ഏകദേശമെങ്കിലും ഈ വർഷം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ തുടങ്ങാതിരുന്നാൽ നമ്മൾ എന്താണ് കേൾക്കണമെന്നോ എന്താണ് പറയണമെന്നോ ഇത് എവിടത്തതാണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ചരിത്രം എന്ന് പറയുന്നത് ക്രോണോളജിയാണ്. ക്രോണോളജി എന്ന് വെച്ചാൽ അർത്ഥം അടുക്കും ചിട്ടയോടുകൂടി എഴുതി വെച്ചിരിക്കുന്ന രേഖയാണ് ചരിത്രം. അപ്പൊ നമ്മൾ ആ രീതിക്ക് പഠിച്ചാൽ നല്ല എളുപ്പമാണ്. കാരണം ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളം ഇല്ലേ? നമ്മള് പഠിച്ചിട്ടുള്ളത് അത്രയും എങ്ങനെയാണ്? ഇതുവരെയുള്ള ചരിത്രം പഠിച്ചത് അത്രയും എങ്ങനെയാ? ഒന്നുമല്ലാതിരിക്കുന്നു, ഒരാൾ വരുന്നു, വളരെ കഷ്ടപ്പെട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു, വലിയ ആക്രമണങ്ങളിലൂടെ വിശാലമാകുന്നു, 1-2 രാജാക്കന്മാരിലൂടെ അത് ഗോൾഡൻ ആകുന്നു, സമ്പൽ സമൃദ്ധമാകുന്നു. അതോടുകൂടി പിന്നെ എന്ത് കൂടിയേ തീരൂ? ആകാശം മുട്ട ഉയർന്നാൽ പിന്നെ താഴ്ന്നേ പറ്റും. ശരിയല്ലേ? ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ച വേണം. ആ താഴ്ചയാണ് ഇപ്പോഴത്തെ കൊറോണ. ഇത് വന്നില്ലെങ്കിൽ ചിലപ്പോ നമ്മള് അങ്ങ് ഏറ്റവും അഹങ്കരിക്കും. ശരിയല്ലേ? ഒരു കല്യാണത്തിന് പോലും പണ്ട് വീടുകളിൽ വെച്ച് വളരെ സിമ്പിളായി കല്യാണം നടത്തിയിരുന്നു. അത് പിന്നെ കൺവെൻഷൻ സെന്ററുകളിൽ പോലും ആയിട്ട് എന്താ ലക്ഷങ്ങൾ പൊടിക്കുന്നു. നമുക്കറിയാം ഇല്ലേ? കല്യാണത്തിന്റെ റിസപ്ഷന് 1-2 ആഹാരം മതി, ധാരാളം മതി. ഇപ്പൊ എത്ര ഐറ്റം, പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി, ഒരു 10-15 ഐറ്റവും അതിനു വേണ്ടുന്ന ആ കറികളിലൂടെ എന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശരിയല്ലേ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ അവസരമായി കല്യാണം വീട്ടിൽ വെച്ച് എങ്ങനെ കൂടാം, 10 പേരെ വെച്ചിട്ട് എങ്ങനെ കല്യാണം നടത്താം, 5 പവന്റെ ആഭരണം ഇട്ടുകൊണ്ട് എങ്ങനെ കല്യാണം നടത്താം. ശരിയല്ലേ? ഇതൊരു പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കാൻ, മനസ്സിലാക്കാൻ, വലിയ ആഡംബരങ്ങളില്ലാതെ ഉത്സവങ്ങൾ നടത്താം. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. എല്ലാ വർഷവും ചക്ക എന്ന് പറയുന്ന സാധനം തമിഴ്നാട്ടിലേക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഒരു ലാറി പോലും പോയില്ല, തികഞ്ഞില്ല കേരളക്കാർക്ക്. കാരണം നമ്മളെ ദാരിദ്ര്യം ദൈവികമായി നമുക്ക് അത് കൊണ്ടു തന്നു. അതാണ് സത്യം. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് സോഷ്യൽ ഫോർമേഷൻസ് ഇൻ ഇന്ത്യ എന്നതാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഏൻഷ്യന്റ് ഇന്ത്യ പ്ലസ് മിഡീവൽ ഇന്ത്യ. അടുത്ത വർഷം മോഡേൺ ഇന്ത്യ. 30 വരുമ്പോൾ മോഡേൺ ഇന്ത്യ. ചരിത്രം 3 രീതിയാണല്ലോ: ഏൻഷ്യന്റ്, മിഡീവല്, മോഡേൺ.
പുരാതനം, മധ്യയുഗം, ആധുനിക യുഗം. അതില് ഈ വർഷം നമുക്കുള്ളത് ഏൻഷ്യന്റും മിഡീവലും, അടുത്ത വർഷം മോഡേൺ. അപ്പൊ നമുക്ക് ഈ വർഷം ഏൻഷ്യന്റും മിഡീവലിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അധ്യായമായിട്ടും എസ് ആയിട്ട് ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ പുസ്തകത്തിന്റെ ആദ്യം പഠിക്കാനുള്ളത് തന്നെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് തന്നെയാണ്. ഭാരതത്തിൽ മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത് എങ്ങനെ? ശരിയല്ലേ? എന്തായാലും ജീവിതം തുടങ്ങിയത് എങ്ങനെയാ? ഒറ്റയ്ക്കാണ് അല്ലെ? വനാന്തരങ്ങളിൽ വാണ്ടറിംഗ് ലൈഫിലൂടെ തുടങ്ങിയതാണ്. അവൻ കൂട്ടായ്മയായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് എങ്ങനെ? അതാണ് ഒന്നാമത്തെ പോയിന്റ്, സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. പേപ്പറിന്റെ പേര് തന്നെയാണ് ആദ്യത്തെ ചാപ്റ്റർ. രണ്ടാമത്തേത് വരുന്നത് പിന്നെ ട്രൈബൽ സൊസൈറ്റി. നമ്മൾ പല പല വർഗങ്ങളായി ജീവിക്കാൻ തുടങ്ങി. അതായത് അതിൽ വരുന്നത് പാലിയോലിത്തിക്, നിയോലിത്തിക്, മെറ്റൽ ഏജ്. അതിപ്പോ ചോദിച്ചു, ഈ വർഷം ഇപ്പോഴത്തെ എസ്ഐക്ക് ചോദിച്ചതാണ് പബ്ലിക് എക്സാമിനേഷൻ. പാലിയോലിത്തിക് എന്ന് വെച്ചാൽ പുരാതന ശിലായുഗം. ശിലയെ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി മനുഷ്യൻ. മനസ്സിലായി? ആദ്യം ഒരു ആയുധമില്ല, രണ്ടാമത് ശില, കല്ലായുധമാക്കി ഉപയോഗിച്ചു. അതാണ് സ്റ്റോൺ ഏജ്. അതില് പറയുന്ന എന്താ? പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പിന്നെ വരുന്നതാണ് മെറ്റൽ ഏജ്, ലോകയുഗം. കല്ലിൽ നിന്നും ഏതിലേക്ക് മാറി? ലോഹങ്ങളിലേക്ക് മാറി. മനസ്സിലായി? മെറ്റൽ ഏജ്. അതാണ് രണ്ടാമത്തെ നമ്മുടെ എസ്. മൂന്നാമത്തെ എസ്സേയിൽ വരുന്നത് എന്തിനാണെന്നറിയോ? അതാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്, അത്രയും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോണതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഭാരതത്തിന്റെ ഏറ്റവും പഴക്കം ചെന്നൊരു സംസ്കാരം, മൺമറഞ്ഞു കിടന്ന സംസ്കാരം. ഭൂമിക്കടിയിൽ നിന്നും നമ്മൾ തോണ്ടിപ്പിറക്കിയെടുത്ത സംസ്കാരമാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള സംസ്കാരം. അതാണ്. അത് ഏത് നദിയുടെ തീരത്തായിരുന്നു? ഇൻഡസ് നദിയുടെ തീരത്തായിരുന്നു, സിന്ധു നദിയുടെ തീരത്തായിരുന്നു. ദാറ്റ് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നെ വരുന്നതാണ് വേദിക് പീരീഡ്. ഇതിന്റെ ആ ഒരു പോയിന്റിലൂടെ പറയട്ടെ, ഇൻഡസ് വാലി സിവിലൈസേഷന് മറ്റൊരു പേരിലും അറിയപ്പെടും കേട്ടോ. ചിലപ്പോ നമ്മൾ അറിയണം, പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുക. ബ്രോൺസ് സിവിലൈസേഷൻ എന്ന് ചോദിക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷനെ എന്തെന്ന് വിളിക്കാം? ബ്രോൺസ് സിവിലൈസേഷൻ. ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താ? വെങ്കലം എന്ന് വെച്ചാൽ ഇൻഡസ് വാലിയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ആയുധങ്ങളും എന്തുകൊണ്ടായിരുന്നു? വെങ്കലം കൊണ്ടുണ്ടായിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഇരുമ്പിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഒരു PSCക്ക് ചോദ്യം ചോദിച്ചാലോ, ഇഗ്നറന്റ് മെറ്റൽ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ചോദിച്ചാൽ അയണാണ്, ഇരുമ്പാണ്. ഇരുമ്പ് അവർക്കറിയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ടിവിയിൽ നോക്കുക. ഇന്നലെ എന്റെ വീട്ടിലെ മോളിരുന്നുണ്ട്, എന്താ ഉടൻ പണയമോ അതൊക്കെ ചോദിച്ചു. സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യം ഫ്രം ഹിസ്റ്ററി. ശരിയല്ലേ? ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിലൊപ്പായിരുന്നു കൂടുതലും ചരിത്രമാ. ഉത്തരം അവര് പറയുന്നത് ഞാൻ അവർക്ക് പറഞ്ഞിട്ട് കൊടുത്തു, ഇതാണ് ഉത്തരം. കാരണം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ജനറൽ നോളജ് നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കുക. നിങ്ങൾ ഏത് PSCയുടെ ചോദ്യ പേപ്പർ എടുത്തു, LD തുടങ്ങി അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങി പോലീസ് തുടങ്ങിയതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിലൊരു 50% നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു താല്പര്യം കൂടി കാണിക്കണം. മനസ്സിലായില്ല? നമുക്ക് അറിവില്ലാത്ത ഒരു പോയിന്റ് വന്നാൽ അപ്പോഴെഴുതിയെടുക്കണം. ഈ അടുത്ത് IAS കിട്ടിയ ഒരു കുട്ടി പറഞ്ഞതാണ്, എവിടെ നിന്നൊരു പേപ്പർ പ്രശ്നം കിട്ടിയാലും ഞാൻ എടുത്ത് വായിക്കും, അറിയുന്നെടുത്ത് വായിക്കും. അതിൽ നിന്ന് കിട്ടുന്ന അറിവ് ചിലപ്പോൾ വലുതായിരിക്കും. മനസ്സിലായില്ലേ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് നെപ്പോളിയൻ പറഞ്ഞത്. വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പലതും നടക്കും, വേണ്ടാന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ അതെന്തെന്ന് വിളിക്കുന്നു? ബ്രോൺസ് സിവിലൈസേഷൻ. അടുത്തത് വരുന്നതാണ് വേദിക് പീരീഡ്, വേദകാലഘട്ടം. ഭാരതീയ ചരിത്രത്തിന്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയാം. ഇൻഡസ് വാലി മൺമറഞ്ഞു കിടന്നതാണ്. അതിനുശേഷം വരുന്നതാണ് വേദിക് പീരീഡ്, വേദകാലഘട്ടം. ഫ്രം ബ്രാക്കറ്റിൽ എഴുതാം, ഫ്രം 1500 BC ടു 600 BC. 1500നും 600നും ഇടയ്ക്കുള്ള കാലഘട്ടം. BC ആണ്, കുറഞ്ഞാണ് വരുന്നത്. ഫ്രം 1500 BC
to 600 BC. That period is known as Vedic period. വേദ കാലഘട്ടം അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ അയൺ ഏജ് എന്നും വിളിക്കാം. അവിടെയാണ് ഇരുമ്പിന്റെ ഉപയോഗം മനസ്സിലാക്കുന്നത്. വേദിക് പീരീഡ് ഈസ് നോൺ ആസ് അയൺ ഏജ്. ഇനി എന്തുകൊണ്ടാണ് ഈ പീരീഡിനെ വേദകാലഘട്ടം എന്ന് പറയുന്നത്? അത് പഠിപ്പിക്കുമ്പോ അത് എഴുതണ്ട, അത് കേട്ടാൽ മതി. കാരണം നമ്മൾ ഈ അധ്യായം പഠിക്കുമ്പോൾ കൂടുതൽ പറയും. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലാണ് 4 വേദങ്ങൾ ഉണ്ടായത്. ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന 4 ഗ്രന്ഥങ്ങൾ. വേദാസ് ആർ 4 in number. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. 1500 BC-ക്കും 1000 BC-ക്കും ഇടയിൽ എഴുതപ്പെട്ടതാണ് ഋഗ്വേദ കാലഘട്ടം. എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇപ്പൊ 2020. 2020ന്റെ കൂടെ 1000 കൂടെ കൂട്ടിയാൽ മതി. 3020 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കണം. ശരിയല്ലേ? ഇത്ര പ്രാധാന്യമുള്ളതായിരുന്നു ആ കാലഘട്ടം. അപ്പൊ വേദ കാലഘട്ടം മനസ്സിലാവുമല്ലോ. ആദ്യം പറഞ്ഞത് സോഷ്യൽ ഫോർമേഷൻ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഒരു കാലഘട്ടം. 2 എന്താണ് പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് മെറ്റൽ ഏജ് എന്നറിയപ്പെടുന്ന ട്രൈബൽ സൊസൈറ്റി വരുന്നത്. 3 ഇൻഡസ് വാലി സിവിലൈസേഷൻ. 4 വേദിക് പീരീഡ്, വേദ കാലഘട്ടം. 5 മഹാജനപദ, 16 മഹാജനപദാസ്, 16 ആദ്യം ഉണ്ടായ ചെറിയ രാജ്യങ്ങൾ. രാജ്യം എന്ന് പറയാൻ വേണ്ടിയൊന്നും ആയിട്ടില്ല, എങ്കിലും നമുക്ക് പറയാം ആദ്യത്തെ 16 രാജ്യങ്ങൾ. അതാണ് 16 മഹാജനപദങ്ങൾ. അടുത്ത 6, നമ്പർ 6, മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യം. അശോകനൊക്കെ ഇതിലാണ് വരുന്നത്. അശോക ബുദ്ധമതവും അശോകനും ഒക്കെ വരുന്നതാണ് മൗര്യ സാമ്രാജ്യം, മൗര്യൻ ഡൈനാസ്റ്റി. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പർ 7 അല്ലെ, ഗുപ്ത ഡൈനാസ്റ്റി. ഗുപ്ത ഡൈനാസ്റ്റിയുടെ അടിയിൽ ഫ്യൂഡലിസം എന്ന് കൂടെ എഴുതിക്കൊള്ളണം. കാരണം ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് ഇവിടെ ഫ്യൂഡലിസം ഉണ്ടാകുന്നത്. ഗുപ്ത സാമ്രാജ്യം, ചന്ദ്രഗുപ്തനും ചന്ദ്രഗുപ്തൻ രണ്ടാമനും ഉൾപ്പെടുന്ന ഗുപ്ത സാമ്രാജ്യം. അടുത്തത് ഹർഷ ഡൈനാസ്റ്റി, ഹർഷ സാമ്രാജ്യം. അടുത്തത് സംഘം പീരീഡ്, സംഘകാലഘട്ടം, സംഘകാലഘട്ടം. Then ചോളന്മാർ, ചോളാസ്, ചോളന്മാർ. Then നമ്പർ 11 ഡൽഹി സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റ്, ഡൽഹിയിലെ സുൽത്താൻ ഭരണം. ഡൽഹിയിലെ സുൽത്താൻ ഭരണം. നമ്പർ 12 മുഗൾ ഡൈനാസ്റ്റി, മുഗൾ സാമ്രാജ്യം. നമ്പർ 13 വിജയനഗർ ഡൈനാസ്റ്റി, വിജയനഗര സാമ്രാജ്യം. നമ്പർ 14 ട്രാൻസിഷൻ ടു 18th century, 18ാം നൂറ്റാണ്ടിലെ പരിവർത്തനം. 18ാം നൂറ്റാണ്ടിലെ പരിവർത്തനം, ട്രാൻസിഷൻ ടു 18th century. ഇത്രയുമാണ് ഈ പേര്. എവിടെ നിന്ന് തുടങ്ങി? പാലിയോലിത്തിക്കിൽ തുടങ്ങി, നിയോലിത്തിക്കിലൂടെ, സോഷ്യൽ ഫോർമേഷനിലൂടെ, 16 മഹാജനപദങ്ങളിലൂടെ, മൗര്യൻ ഡൈനാസ്റ്റിയിലൂടെ. അവനോട് എഴുതിയിട്ടുള്ളൂ ജൈനമതം, ബുദ്ധമതം. അത് എവിടെ എഴുതണമെന്ന് അവിടെ എവിടെയെങ്കിലും എഴുതിയാൽ മതി. ജൈനമതം, ബുദ്ധമതം. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ പൂർണ്ണമാണ്. അതില്
ഒരു എസ്സേ നമുക്കൊന്ന് എടുത്തു നോക്കാം. പെട്ടെന്ന് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്നതിന് അതൊരു ടെക്നിക്കലാണ്. നമ്മൾ കുറെ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. അത് ഓരോന്നും മെമ്മറി ചെലുത്തിയാൽ മതി. കാരണം നമ്മൾ ഇന്നത് ചെയ്യണമെങ്കിൽ ഇതും കൂടി വേണം എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യത്തെ ഒരു എസ്സേ തന്നെ ഞാൻ എടുക്കുകയാണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെ നമുക്കത് നിഷ്പ്രയാസം പഠിക്കാന്നുള്ളത്, എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ. നോക്കൂ, എസ്സേയുടെ പേര് തന്നെ എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തുകൊണ്ടായിരിക്കാം അതിന്? ഇൻഡസ് വാലി മീൻസ് സിന്ധു നദിയുടെ തീരപ്രദേശം തന്നെ അല്ലേ? അവിടെ രൂപം കൊണ്ടൊരു സംസ്കാരം. അതുകൊണ്ട് അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇതിന് മറ്റൊരു പേരിലും വിളിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയോ? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് അറിയോ? കാരണം ഏറ്റവും വലിയ സിറ്റി ആയിരുന്നു ഹാരപ്പ. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ കോവിഡ് പടർന്നു പിടിക്കുന്നു തന്നെ എന്നാണ് നമ്മൾ വാർത്ത കേൾക്കുന്നത്. പക്ഷെ ബോംബെയിൽ പടർന്നു പിടിക്കുന്നു എന്നും നമ്മൾ കേൾക്കുന്നു. അവിടെ നമ്മൾ മഹാരാഷ്ട്ര എന്ന് വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ അല്ലേ? ശരിയാണോ അല്ലയോ? കാരണം അവിടെ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിനേക്കാളും പ്രശസ്തമായി നിൽക്കുന്നു ക്യാപിറ്റൽ സിറ്റി ബോംബെ. ശരിയല്ലേ? പക്ഷെ നമുക്ക് തിരുവനന്തപുരം, കേരളം കഴിഞ്ഞേ തിരുവനന്തപുരം ഉള്ളു. അവർക്ക് ബോംബെ ലോകം അറിയപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇൻഡസ് വാലിയിൽ ഏറ്റവും വലിയ സിറ്റി ആയിരുന്നു ഹാരപ്പ. അതുകൊണ്ട് അതിനെന്തെന്ന് വിളിക്കുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുമ്പിന്റെ അംശം പോലും ഇല്ല അവിടെ നിന്ന് കണ്ടെടുത്തത് ബ്രോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബ്രോൺസ് കണ്ടുപിടിച്ചത് കൊണ്ട്, ബ്രോൺസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെ ബ്രോൺസ് സിവിലൈസേഷൻ എന്ന് വിളിക്കാം. ഇത്രയും ആദ്യം മനസ്സിലാവുമല്ലോ. സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത് നദീതീരങ്ങളിലാണ്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്ത നദീതീരങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? വീണ്ടും നമ്മളൊന്നും കൂടെ ചിന്തിക്കൂ. എന്തുകൊണ്ടാണ് സംസ്കാരങ്ങൾ നദീതീരങ്ങളിൽ ഉടലെടുത്തത്? മനുഷ്യൻ ആദ്യമായി തുടങ്ങിയ ലൈഫ് എങ്ങനെയാണെന്ന് അറിയോ? വാണ്ടറിംഗ്, അലഞ്ഞു തിരിഞ്ഞു നടന്നു. വാണ്ടറിംഗ് ലൈഫിൽ നിന്ന് മനുഷ്യൻ ആദ്യമായി ചെയ്ത തൊഴിൽ എന്താണെന്ന് അറിയോ? മൃഗപരിപാലനമാണ്. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. മൃഗങ്ങൾ വീട്ടിൽ നിന്നപ്പോഴാണ് അവൻ കൃഷിയെ കുറിച്ച് മനസ്സിലാക്കിയത്. എവിടെയെങ്കിലും കൃഷി ചെയ്തപ്പോ വെള്ളത്തിന് കുറവ് വന്നു. അപ്പൊ എവിടെ കൃഷി ചെയ്യും? നദീതീരങ്ങളിലോട്ട് പോകാന്ന് വിചാരിച്ചു. വെള്ളം കോരി ഒഴിക്കാറില്ല. കൃഷി ചെയ്തിട്ട് അവൻ വായു വെക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ അവിടെ എന്തില്ല? കൃഷിയില്ല. അപ്പൊ അവൻ വിചാരിച്ചു അവിടെ കിടക്കാം. അങ്ങനെയാണ് മനുഷ്യൻ വാണ്ടറിങ് കളഞ്ഞിട്ട് എന്ത് തുടങ്ങിയത്? സെറ്റിൽഡ് തുടങ്ങിയത്. ഒരാളായി, രണ്ടുപേരായി, ഒരു ഫാമിലിയായി, 5 ഫാമിലിയായി. അതെന്തായി മാറി? വലിയ ജനം പെരുവന്തോറും നിങ്ങൾ ഒരു 15-20 ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലത്തിന് മുമ്പ്, 20 കൊല്ലത്തിന് മുമ്പ് ഇതേ നെടുമങ്ങാട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു ന്യൂ പാരലൽ കോളേജ് എന്നും പറഞ്ഞ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. എന്താണ്? കല്ലിങ്ങൽ ജംഗ്ഷനിൽ. അവിടെ ഞാൻ MA ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് 2-3 കൊല്ലം. അന്നത്തെ നെടുമങ്ങാടല്ല ഇപ്പോഴും. എന്തുകൊണ്ടായിരുന്നു ഈ നെടുമങ്ങാട് ഇത്രയും പ്രോഗ്രസ് വീണ്ടും ഉണ്ടായി? ഞാൻ 20 കൊല്ലത്തിന് മുമ്പ് കണ്ട നെടുമങ്ങാടല്ല ഇപ്പൊ ഇരിക്കുന്ന നെടുമങ്ങാട്. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജനം പെരുവി. ശരി, ജനം പെരുവുമ്പോ എന്ത് വേണം? സ്കൂള് പെരുവണം, കടകൾ പെരുവണം, വാഹനങ്ങൾ പെരുവി, റോഡ് വലുതാവും. അതല്ലേ ഒരു ചെറിയ ഗ്രാമം വലിയൊരു പട്ടണമായി മാറുന്നത്? ശരിയല്ലേ? ആണോ അല്ലേ? അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ സിവിലൈസേഷൻ ഭയങ്കരമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ നമുക്ക് ഓർമ്മിച്ചിരിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് മണ്ണിനടിയിൽ കിടന്ന സംസ്കാരമാണ്. ആരാ ഇതിനെ തോണ്ടിപ്പറക്കിയത്? നമുക്കൊന്നും അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരുടെ വരവ് കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി. മനസ്സിലായില്ലേ? 1920-20കളിൽ ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ സൂപ്രണ്ടന്റ് സർ ജോൺ മാർഷൽ, ആജി ബാനർജി, അവർക്ക് ഒരു സംശയം തട്ടി ഇൻഡസ് നദിയുടെ തീരത്ത്.
ഇൻഡസ് നദിയുടെ തീരത്ത് അവർക്കുണ്ടായ സംശയം, അവിടെ അവര് നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി തോണ്ടിയെടുത്തതാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പൊ 1920s ആരുടെ ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ ഡയറക്ടർ ജനറൽ ജോൺ മാർഷലിന്റെയും അതേപോലെ തന്നെ R.G. ബാനർജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മനസ്സിലായില്ല? അത്രയും വലിയൊരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമ്മൾ ഓർമ്മിച്ചിരിക്കുക, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഈ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് നമുക്ക് എഴുതി വെച്ച രേഖകളൊന്നും കിട്ടിയിട്ടില്ല, റിട്ടേൺ റെക്കോർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. റിട്ടേൺ റെക്കോർഡ്സ് കിട്ടിയാലേ ഫുൾ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ഭരണൻ രാജാവാണോ മന്ത്രിയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ റിട്ടേൺ റെക്കോർഡ്സ് കിട്ടണം. പക്ഷെ നമുക്ക് റിട്ടേൺ റെക്കോർഡ്സ് കിട്ടിയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്ത് മാത്രമാണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ്? പുരാവസ്തു ശേഖരങ്ങൾ. മൺമറഞ്ഞു കിടന്ന അത് തോണ്ടിപ്പറക്കിയപ്പോൾ നമുക്ക് കിട്ടിയ പുരാവസ്തു ശേഖരങ്ങൾ. ഇപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാം സംരക്ഷിക്കുന്നത്. കൊട്ടാരങ്ങൾ ഇടിച്ചു കളയരുത് അല്ലേ? അടുത്ത തലമുറയ്ക്ക് അത് പഠിക്കാൻ വലിയ അനുഗ്രഹമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നശിപ്പിച്ചു. ഇപ്പോഴാണ് നമ്മൾ ബോധവാന്മാരായത്. അതൊന്നും എടുത്തു കളയേണ്ടതല്ല. അത് പോരാഞ്ഞിട്ടാണ് പ്രകൃതി ഈ അസുഖത്തിലൂടെ നമ്മളെ പഴയ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആരാണ്? ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ ഡയറക്ടർ ജനറൽ സർ ജോൺ മാർഷൽ. ഹി വാസ് എബിളി അസിസ്റ്റഡ് ബൈ R.G. ബാനർജി. ഇവര് നടത്തിയ എക്സ്കവേഷൻസിന്റെ ഫലമായിട്ടാണ് വളരെ സ്ട്രോങ് ആയ ഒരു പരിഷ്കാരം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ 3 സ്റ്റേജസ്, 3 സ്റ്റേജാണ് ഇതിനുള്ളത്. പ്രീ സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, പോസ്റ്റ് സ്റ്റേജ്. നമുക്ക് നടുക്കലത്തത് മതി. എന്താ പ്രീ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇത് തുടക്കത്തിൽ കണ്ടുപിടിച്ച സ്ഥലങ്ങൾ എന്നുവെച്ചാൽ അത് പൂർണ്ണ വളർച്ച കണ്ടെടുത്തില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്താ? മെച്യൂർ സ്റ്റേജ്. യഥാർത്ഥ ഹാരപ്പൻ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അധപ്പതനം, അധപ്പതിച്ച തന്നെ. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാ? രണ്ടാമത്തെ സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അതിലാദ്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക, ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻഡസ് വാലിയുടെ തീരത്ത് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഈ സംസ്കാരം നിലനിന്നിരുന്നു. ഏറ്റവും പ്രാധാന്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാടുണ്ട്. ഒരു സംസ്കാരം ഇന്നത്തെ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്ന സംസ്കാരമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ നമുക്ക് പോയിന്റ് കൊടുക്കാം. എക്സ്റ്റൻഷൻ. ഇൻഡസ് വാലിയുടെ ആദ്യം നമ്മൾ പറഞ്ഞത് സോഴ്സസ് ആണ്. ആദ്യത്തെ പോയിന്റ് സോഴ്സസ്. ആര് കണ്ടുപിടിച്ചു? റിട്ടേൺ റെക്കോർഡ്സ് കിട്ടിയില്ല, ആർക്കിയോളജികൾ കിട്ടിയതേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ പറയുന്നു എക്സ്റ്റൻഷൻ ആണ്. ഈ സംസ്കാരം എവിടെയെല്ലാം വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലെ അത്യാവശ്യം ചില സ്ഥലങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹാരപ്പ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹാരപ്പ. ഹാരപ്പ ഇപ്പൊ പാകിസ്ഥാനിലാണ്. ദെൻ മോഹൻജദാരോ പാകിസ്ഥാനിലാണ്. അത് 1-2 ഓർമ്മിച്ചാൽ മതി, എല്ലാം എഴുതണ്ട, ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് നോട്ടിലുണ്ട് വ്യക്തമായി. മൂന്നാമത്തെ പോയിന്റ് ധോൽവിര ഗുജറാത്തിലാണ്. ദെൻ ലോത്തൾ, ലോത്തൾ ഗുജറാത്തിലാണ്. ദെൻ സുക്കാഗൻഡോർ, സുട്കാഗൻഡോർ, സുട്കാഗൻഡോർ ബലൂചിസ്ഥാനിലാണ്. അറൂപ്പർ പഞ്ചാബിലാണ്. കാലിബംഖാൻ, കാലിബംഖാൻ രാജസ്ഥാനിലാണ്. ചാൻഹോദാരോ, ചാൻഹോദാരോ പാകിസ്ഥാനിലാണ്. കോട്ട് ദിജി, KOT, കോട്ട് ദിജി പാകിസ്ഥാനിലാണ്. ദസാൽപൂർ ഗുജറാത്തിലാണ്.
ഇങ്ങനെയുള്ള ധാരാളം പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്നു. വീണ്ടും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലാവർക്കും നമുക്ക് നോട്ടിൽ കൂടെ എഴുതിയാൽ മതി. ഇങ്ങനെ ഒത്തിരി പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്ന വിശാലമായ ഒരു സംസ്കാരമായിരുന്നു ഏതാ? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ അതിന്റെ തുടക്കം തൊട്ട് നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ അതർവൈസ് നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ ബ്രോൺസ് സിവിലൈസേഷൻ. 1920s കണ്ടെടുക്കപ്പെട്ട സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അണ്ടർ ദ ഡയറക്ടർ ജനറൽഷിപ്പ് ഓഫ് ജോൺ മാർഷൽ and he was ably assisted by R.G. ബാനർജി. അവർ എക്സ്കവേറ്റ് ചെയ്തു ഈ സംസ്കാരം. ഒരുപാട് സ്ഥലങ്ങള് അവിടുന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങളുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ശക്തവും സമ്പന്നവും സാംസ്കാരികമായി ഉയർന്നതുമായ ഒരു ജനത ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമുക്കിതിന്റെ പൊളിറ്റിക്കൽ കണ്ടീഷൻ വളരെ വ്യക്തമല്ല, പക്ഷെ പൊളിറ്റിക്കലായിട്ട് ഇവിടെ നല്ലൊരു ഭരണം നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പരിഷ്കാരം അവിടെ ഉണ്ടാവൂ. ഇപ്പൊ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലം, ഇന്ന് നെടുമങ്ങാട് ഒരു നഗരമാണ് അല്ലേ? ഒരു നഗരം ആണെങ്കിൽ ആ നഗരസഭയിലെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം എന്തുവാ? ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നെടുമങ്ങാട് താലൂക്കിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ മുനിസിപ്പൽ ഏരിയയിൽ ജനം കൂടുതലാണല്ലേ? ഒരുപാട് ജനം തിങ്ങി പാർക്കുകയല്ലേ? വളർന്നു വരുന്ന ജനത്തിന് ആനുപാതികമായുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കണം. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കണം. പഠിച്ചു വന്നാൽ തൊഴിൽ കൊടുക്കണം. മനസ്സിലായി? ഇവിടെയുള്ള ക്രമസമാധാനങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അതിന് പോലീസ് സംവിധാനങ്ങള് ഉണ്ടാക്കണം. ഇത്രയും നല്ലതുപോലെ നടക്കുന്നു എങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടെ നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടെന്നല്ലേ? ശരിയല്ലേ? അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് പ്ലാൻഡ് സിറ്റീസ്, സിസ്റ്റമാറ്റിക് ലൈഫ് ആൻഡ് കൾച്ചറാണ് ജനങ്ങൾ ഫോളോ ചെയ്തിരുന്നതെന്ന് അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചപ്പോൾ മനസ്സിലായി. നീഡ്സ് അതിന്റെ അർത്ഥം ദർ എക്സിസ്റ്റിംഗ് എ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? നല്ലൊരു ഭരണ സംവിധാനവും അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും നല്ല പരിഷ്കാരം ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ഇനി ഓരോന്ന് ഇങ്ങോട്ട് തോണ്ടി പറക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച ഇപ്പൊ തന്നെ തീരും. ഒന്നാമത്തെ പോയിന്റ് ആണ് ടൗൺ പ്ലാനിങ്. എസ് നമ്മൾ തുറന്നു വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ്? ടൗൺ പ്ലാനിങ്. ഈ നെടുമങ്ങാട് പട്ടണം വെച്ച് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻഡസ് വാലി പഠിപ്പിച്ചു തരാം. മനസ്സിലായി? ടൗൺ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ? നഗര ആസൂത്രണം. നഗരാസൂത്രണം ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എതിരാണെന്നറിയാം. നമ്മളിവിടെ നെടുമങ്ങാട് ഇവിടെ ഒരുപാട് പേര് ജീവിക്കുക തന്നെ. നമ്മൾ ഒരുപാട് പേര് ഇവിടെ ജീവിക്കുകയാണ്. നമ്മളിപ്പോ നെടുമങ്ങാട് ഒരു പ്ലാന്റ് സിറ്റിയാണ് നമ്മൾ ജീവിക്കുന്നു. അപ്പൊ പ്ലാന്റ് സിറ്റി എങ്ങനെ ഇരിക്കുന്നു? ഈ കാണുന്നത് നമ്മൾ എഴുതി വെച്ചാൽ, നമ്മളെ ഈ കാഴ്ചപ്പാടിൽ കാണുന്നത് എഴുതി വെച്ചാൽ എന്തായി? ആദ്യത്തെ പോയിന്റ് ആയി, ടൗൺ പ്ലാനിങ് ആയി. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം, നിഷ്പ്രയാസം. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നല്ല ജീവിതം നയിക്കണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സാമ്പത്തിക രംഗവും നല്ലതായിരിക്കണം അല്ലേ? എക്കണോമിക് കണ്ടീഷൻ. അടുത്ത പോയിന്റ് എന്താ? എക്കണോമിക് കണ്ടീഷൻ. ഇവിടെ ജനങ്ങള് അടിപിടി കൂടാതെ ക്രമമൊന്നുമില്ല ജീവിക്കണമെങ്കിൽ അവർക്ക് എന്തായിരിക്കണം? എക്കണോമിക് കണ്ടീഷൻ ഉണ്ടാവണം. എക്കണോമിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? തൊഴില്. ശരിയല്ലേ? വരുമാനം ഉണ്ടാകുന്ന രീതിയല്ലേ എക്കണോമിക് കണ്ടീഷൻ. അടുത്ത പോയിന്റ് എന്താ? സോഷ്യൽ കണ്ടീഷൻ. നമുക്ക് അറിയാലോ, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ വസ്ത്രം, നമ്മളെ ആഹാരം, നമ്മളെ കണ്ണാടി, നമ്മളെ മുക്കാടി, ഇതെല്ലാം നമ്മളെ സാമൂഹിക ജീവിതം. കല്യാണങ്ങൾ. ശരി, ഇത് നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ കാണുമ്പോ എന്തൊരോ ഭയങ്കര ഒരു ഇത് കൊടുത്തിട്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ജീവിതമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. സോഷ്യൽ കണ്ടീഷൻ. അടുത്തെന്താ? റിലീജിയസ് കണ്ടീഷൻ. മതപരമായ ജീവിതം.
മതപരമായ ജീവിതം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള മതപരമായ ജീവിതം പറഞ്ഞേ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ മതപരമായ ജീവിതം പറഞ്ഞേ. എല്ലാ മതക്കാരും ഉണ്ട് ഇല്ലേ? ഓരോ മതക്കാരും അവരവരുടെ രീതിക്ക് കാര്യങ്ങൾ നടത്തി പോകുന്നു. ഇപ്പൊ ഇസ്ലാം കമ്മ്യൂണിറ്റി ചെയ്യുന്ന അതേ ചടങ്ങല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്യുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്യുന്നതല്ല ഹിന്ദു കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് അവർ ചെയ്യുന്നു. അവർക്ക് റിലീജിയസ്, അതിന്റെ ഒറ്റവാക്കിൽ പറഞ്ഞ എന്താ, റിലീജിയസ് ഫ്രീഡം ആണ് ഇപ്പോൾ ഉള്ളത്. ശരിയല്ലേ? പല മതങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന സമ്പൽ സമൃദ്ധമായ ഒരു മതപരമായ ജീവിത രീതിയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ശരിയാണോ? അത് കണക്ക് അവിടെ ഫോളോ ചെയ്തത് ദ്രവീഡിയൻ സ്റ്റൈൽ, ദ്രാവിഡ മതമായിരുന്നു. ഏതെല്ലാം ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് ഹാരപ്പൻ സീൽ, SEAL, സീൽ, ദി ആർട്ട് ഓഫ് റൈറ്റിംഗ്. ആർട്ട് ഓഫ് റൈറ്റിംഗ്. പിന്നെ വരുന്നതാണ് ഡൗൺഫോൾ, അധപ്പതനം.